വെറും 12,000 താഴെയുള്ള, അതായത് 11,896 രൂപയ്ക്ക് ഞാൻ മേടിച്ച റിയൽമിയുടെ നസ്രോ എന്ന് പറഞ്ഞ ഈ ഫോണും, ഈ 655 രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ട്രൈപോഡ് ഉപയോഗിച്ച് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറുമായ എൻ്റെ ചാനലിൻ്റെ അനുഭവകഥയാട്ടോ ഞാനീ പറയുന്നത്. നമ്മൾ വില കൂടിയ ഫോണുകളും എഡിറ്റിംഗ് സ്റ്റുഡിയോയൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചാനൽ തുടങ്ങുള്ളൂ എന്നൊക്കെ വാശി പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഇരുന്ന് പോവുള്ളൂ. നമുക്കൊരു ചാനൽ തുടങ്ങണമെന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി അങ്ങ് ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലേക്ക് തേടി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സൗണ്ട് തന്നെ കേൾക്കാനുള്ള നമ്മുടെ ഒരു മടിയുണ്ടല്ലോ. നമ്മുടെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതെൻ്റെ വൃത്തികെട്ട സൗണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. അത് ഒഴിവായാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഡിറ്റിംഗ് ആപ്പ്, തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എഡിറ്റ് ചെയ്യുന്നൊരു ആപ്പ് ഞാൻ ഉപയോഗിച്ചു. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വരുമ്പോൾ വീഡിയോ നമുക്ക് വെട്ടിക്കൂട്ടി എല്ലാം അതിൻ്റേതായ രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കണമല്ലോ. അതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഏതാണെന്നറിയാമോ? VN എന്ന് പറഞ്ഞിട്ട ഒരു എഡിറ്റിംഗ് ആപ്പ്. ഈ 3 കാര്യങ്ങളാണ്. അത് 3 ഈ റിയൽമി നസ്രോ എന്ന് പറഞ്ഞ ഈ ഫോണിൽ വർക്ക് ചെയ്യും. പിന്നെ എനിക്ക് ഇമേജിനകത്ത് വലിയ സ്റ്റെബിലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ട്രൈപോഡ് ഉപയോഗിക്കുന്നു. അതായത് ഞാൻ ഓടി കിടന്നുള്ള വീഡിയോ ഒന്നും എടുക്കാറില്ലായിരുന്നു. ഈ ഫ്ലോ എന്ന് പറഞ്ഞ ഈ ആപ്പ് ഞാൻ ഉപയോഗിച്ചു. പ്ലസ് ഇതുണ്ട് VN എന്ന് പറഞ്ഞ ഈ എഡിറ്റിംഗ് ആപ്പ്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഓടി നടന്ന് എടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ട്രൈപോഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ചാനലിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ബാക്കിയുള്ള റിസോഴ്സുകളൊക്കെ നമ്മളത് സ്വാഭാവികമായിട്ട് നമുക്കതിൻ്റെ ആഗ്രഹം എത്രമാത്രം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മികച്ച വീഡിയോകൾ നമ്മൾ ഇടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. പിന്നെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ടോപ്പായിട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊക്കെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്ന് പോവുള്ളൂ. നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോകൾ കഴിയുമ്പോഴും നമ്മുടെ ചാനലിലെ വീഡിയോകൾക്ക് കുറച്ച് അതിൻ്റെ പോരായ്മകളൊക്കെ നമ്മളത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കി നമ്മൾ അപ്ലോഡ് ചെയ്ത് വന്നു കഴിയുമ്പം നമുക്ക് ഇത് ഞാൻ 100% സക്സസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിത് ഏതൊരു പുതിയ യൂട്യൂബറിനെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും. ആ 4000 വാച്ച് അവറും ആയ ഒരു ആളെന്നുള്ള രീതിയിലാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ചാനലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് തുടങ്ങുക. അതിനുവേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക. ഇതിൽ കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്ര 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവർ ആയി കഴിഞ്ഞാൽ ഇത്ര വരുമാനം കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് പോവുള്ളൂ. നമുക്ക് താല്പര്യമുണ്ട്, ഒരു രസമാണല്ലോ എന്നുള്ള ചിന്താഗതി നമ്മൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ നമുക്ക് ഉയർന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാനിത് പറഞ്ഞത്.